ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവര് ജീവിതത്തില് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവര് പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് ഇല്ല. അപ്പോഴത്തേക്ക് അവര് പറയും ഇതെന്റെ വിധിയാണ്, ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പിന്നെ ഇന്ന പരിപാടി ചെയ്ത് നോക്കി, മറ്റേ പരിപാടി ചെയ്ത് നോക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് നോക്കി, ജോലിക്ക് പോയി നോക്കി, ഇത്രയും ചെയ്തിട്ട് ഇത്രയും നാളായിട്ടും എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. ഇതിപ്പോൾ എൻ്റെ വിധിയായിരിക്കും, അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിക്കാനായിരിക്കും ചിലപ്പോൾ ഈശ്വരൻ വിധിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടൊക്കെ അവരുടെ വിധിയാണെന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വ്യക്തിയുടെ ഭാഗ്യം നമുക്കൊരു 3 രീതിയിലാണ് ഫെങ്ഷുവൽ ബാലൻസ് ചെയ്യുന്നത്. ഒന്ന് 40% ജന്മനാ കിട്ടുന്ന ഭാഗ്യം, 30% ഓരോ വ്യക്തിയുടെ അധ്വാനവും പ്രവൃത്തിയും, 30% വീടിന്റെ വാസ്തുബലം. ഇപ്പോൾ ജന്മന നമുക്ക് ഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിലും നമ്മുടെ വീടിന്റെ വാസ്തു കറക്റ്റ് ചെയ്താലും 30-30 60% ഭാഗ്യം നമ്മൾക്കായി. നമുക്കിത് മതി ജീവിതത്തിൽ വിജയിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടിന്റെ വാസ്തുവും കൂടെ കറക്റ്റ് ചെയ്യൂ. ഈ നിങ്ങൾക്ക് ജന്മന ഉള്ളൊരു ഭാഗ്യം ഒരുപക്ഷെ ഇല്ലെങ്കിൽ പോലും വീടിന്റെ വാസ്തുവും നിങ്ങളുടെ പിന്നെ അധ്വാനം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു 60% അത് നിങ്ങൾക്ക് മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയിച്ചു കൊണ്ടുവരാനായിട്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോഴത്തേക്ക് ചില ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഫെങ്ഷുവി ബാലൻസ് ചെയ്യുന്നതാണ് വളരെ പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു ഫെങ്ഷുവി ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഫെങ്ഷുവി എന്ന് കേട്ടാലേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഇത് ലാഫിൻ ബുദ്ധ വെക്കുന്നതല്ലേ. ചിലർ ലാഫിൻ ബുദ്ധയെ തന്നെ ഫെങ്ഷുവി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ലാഫിൻ ബുദ്ധ വെക്കുന്നതല്ലേ, അതല്ലെങ്കിൽ ഇത് കണക്ക് കുബേരന്റെ പ്രതിമ വെക്കുന്നതല്ലേ, അല്ലെങ്കിൽ വിൻചയം തൂക്കുന്നതല്ലേ, ലക്കി ബാമ്പു ചെടി വെക്കുന്നതല്ലേ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഫെങ്ഷുവി എന്ന് പറയുമ്പോൾ ഇതേ അറിയത്തുള്ളൂ. ഇതെല്ലാം ഫെങ്ഷുവിലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് ബേസിക് ഫെങ്ഷുവി അല്ലെങ്കിൽ ക്ലാസിക് ഫെങ്ഷുവി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്. അതായത് വീടിന്റെ ഓരോ ദിക്കിലും ഉള്ള ഊർജ പ്രവാഹം, ഏത് തരത്തിലുള്ള സ്റ്റാറാണ്, അതിന്റെ പ്രവാഹം എന്താണ്, അത് നമ്മളുടെ നിത്യേനുള്ള ജീവിതത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓരോ 45 ഡിഗ്രിയിലും അല്ലെങ്കിൽ ഓരോ 15 ഡിഗ്രിയിലും വരുന്ന ആ ഒരു വേരിയേഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഇത് ഒരു മെറ്റൽ ടോട്ടോയ്സ് ആണ്. ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുമുണ്ട്. ഇതിനെ നമുക്ക് കറക്റ്റ് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. റെഡ് ഇങ്ക് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതി വയ്ക്കാം. ഇത് ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു ചരടിൽ കെട്ടി ഇതിനെ തലകീഴായി തൂക്കിയിടാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു ഗ്ലാസ് ബൗളിനകത്ത് വെള്ളം വെച്ച് ഇത് വയ്ക്കാം. ഈ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനടുത്ത് ഒഴുക്കിക്കളയാം. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഫെങ്ഷുവിൽ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറയുന്നത് ആമയാണ്. ഈ ആമയ്ക്കകത്താണ് നമ്മൾ അഭിഷേകം എഴുതി വെക്കുന്നത്. അതുപോലെ ആമമോതിരം ഇന്ന് വളരെയധികം പ്രചാരം ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ആമമോതിരമാണ്. അത് ശുദ്ധമായ വെള്ളയിൽ പണിഞ്ഞ മോതിരം നിങ്ങളുടെ വിരലുകളിൽ അണിയുമ്പോൾ നിങ്ങൾക്ക് ആമ തൊഴിലിനെയും ദീർഘായുസിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു റിസൾട്ട് സമ്പത്തും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ലെഫ്റ്റ് കൈയിലും, പുരുഷനാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡിലും ഇത് ധരിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി 2025 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.